കേരളത്തിലെ വനങ്ങളും സംരക്ഷിത പ്രദേശങ്ങളും എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. PSC ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണുക. വീഡിയോയിലേക്ക് കടക്കാം. വനവും വന്യജീവി സമ്പത്തും പരിപാലിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന പല ഭരണാധികാരികളും കേരള ചരിത്രത്തിലുണ്ട്. മലബാർ കളക്ടറായിരുന്ന HV കൊനോലി സായിപ്പാണ് ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കൊനോലീസ് പ്ലോട്ട് നിലമ്പൂരിൽ വികസിപ്പിച്ചത്. 1844 ആരംഭിച്ച പ്ലോട്ട് മലപ്പുറം ജില്ലയിലാണ്. മദ്രാസ് ഫോറസ്റ്റ് ആക്ട് 1882 നിലവിൽ വന്നു. അത് പ്രകാരം കരിമ്പുഴ, വാളയാർ, സൈലന്റ് വാലി പ്രദേശങ്ങൾ 1883 മുതൽ 87 റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1887 1888 തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി കോന്നിയെ പ്രഖ്യാപിച്ചു. 1934 ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ആരംഭിച്ച നെല്ലിക്കാമ്പട്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ വനങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഉഷ്ണമേഖലാ അർദ്ധ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖലാ നനവാർന്ന ഇലപ്പൊഴിയും വനങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. കണ്ടൽ വനങ്ങളുടെ സാന്നിധ്യവും നാമമാത്രയെങ്കിലുമുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ കണ്ടൽ വനങ്ങളില്ല. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ തുടങ്ങി സംരക്ഷിത പ്രദേശങ്ങളും വനം വകുപ്പിന്റെ കീഴിലുണ്ട്. വനപ്രദേശത്തിന്റെ കാര്യത്തിൽ ഇടുക്കി ജില്ലക്കാണ് 1-ാം സ്ഥാനം. ആലപ്പുഴയാണ് ഏറ്റവും പിന്നിൽ. ഇത് റിസർവ് വനപ്രദേശമില്ലാത്ത ഏക ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഉള്ള ജില്ല ഇടുക്കിയാണ്. ആദ്യത്തെ വന്യജീവി സങ്കേതവും ദേശീയോദ്യാനവും സ്ഥാപിക്കപ്പെട്ടതും ഇവിടെയാണ്. സൈലന്റ് വാലി ഒഴികെ കേരളത്തിലെ എല്ലാ നാഷണൽ പാർക്കുകളും ഇടുക്കി ജില്ലയിലാണ്. 1971 കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് നിയമം അനുസരിച്ച് ദേവികുളം താലൂക്കിലെ രാജമല പ്രദേശങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. 1975 97 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. 1978 ദേശീയോദ്യാനമായി ഉയർത്തി. വംശനാശം നേരിടുന്ന വരയാടുകളാണ് ഇവിടത്തെ പ്രത്യേകത. ദേശീയോദ്യാനത്തിൽ രാജമല ഭാഗത്ത് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ധാരാളം സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ആനമുടി ഈ നാഷണൽ പാർക്കിനുള്ളിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലാണ്. 1984 നവംബർ 15 നിലവിൽ വന്നത്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ ആസ്ഥാനം മണ്ണാർക്കാടാണ്. ജനിതക വൈവിധ്യം കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സൈലന്റ് വാലിയുടെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാൽ അവർ സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് നൽകി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് നിശബ്ദ താഴ്വരയല്ല. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദത്താൽ സദാമുഖരിതമാണ്. സൈരന്ധ്രി വനം എന്നാണ് ഇതിനെ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നിരവധി അപൂർവ ഇനം ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായ സൈലന്റ് വാലി വംശനാശം നേരിടുന്ന സിംഹവാലം കുരങ്ങുകളുടെ പ്രധാന താവളമെന്ന നിലയിൽ പ്രശസ്തമാണ്. വെടിപ്ലാവുകളുടെ ഫലലഭ്യതയാണ് ഇവിടെ സിംഹവാലൻ കുരങ്ങിനെ പ്രിയങ്കരമാക്കുന്നത്. 89.52 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ദേശീയോദ്യാനത്തിനോട് 2007 148 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോൺ കൂടി കൂട്ടിച്ചേർത്തതിന്റെ ഫലമായി ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് 237.52 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. 2383 മീറ്ററാണ് ഏറ്റവും ഉയർന്ന ഭാഗത്തിന്റെ ഉയരം. രാജവെമ്പാല, മൂർഖൻ, അണലി തുടങ്ങിയ ഉരഗങ്ങളും ഇവിടെ ധാരാളമുണ്ട്. 128 ഇനം ശലഭങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ പോഷക നദികളിലൊന്നായ കുന്തിപ്പുഴ ഈ സങ്കേതത്തിലൂടെ ഒഴുകുന്നു. ദേശീയോദ്യാന പദവി ലഭിക്കുന്നതിന് മുമ്പ് സൈലന്റ് വാലിയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നതിനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പരിസ്ഥിതി പ്രേമികളും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്തെത്തിയിരുന്നു. പരിസ്ഥിതിക്ക് ഹാനിയുണ്ടാക്കാതെ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ പ്രൊഫസർ MGK മേനോന്റെ നേതൃത്വത്തിൽ ഒരു സമിതി നിയമിച്ചു.
1983 കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പഠനവിധേയമാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സൈലന്റ് വാലി ദേശീയോദ്യാനമായപ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഇടുക്കി ജില്ലയിലാണ് മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല എന്നീ ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് 2003 ഡിസംബർ 14 നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച പാമ്പാടും ചോല. 1.318 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ദേവികുളം താലൂക്കിൽ മറയൂർ വില്ലേജിലാണിത്. ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയാണ് ഇവിടുത്തേത്. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മുതൽ 2400 മീറ്റർ വരെ ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം. മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003 ഉടുമ്പൻ ചോല താലൂക്കിൽ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ വിസ്തീർണം 12.817 ചതുരശ്ര കിലോമീറ്ററാണ്. അത്യപൂർവമായ ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. 2003 ആനമുടി ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. മറയൂർ വില്ലേജിലെ മന്നവൻ ചോല, ഇടിവരച്ചോല, പുല്ലരടിച്ചോല എന്നീ ഭാഗങ്ങളാണ് ആനമുടി ചോലയിലുള്ളത്. വിസ്തീർണം 7.5 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ പെരിയാർ ടൈഗർ റിസർവിന് 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. 1895 തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ ജലം ലഭ്യമാക്കുന്നതിന് പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അണക്കെട്ടിൽ വെള്ളം നിറഞ്ഞപ്പോൾ മുങ്ങിപ്പോയ സ്വാഭാവിക വനങ്ങളിലെ മരങ്ങൾ മുറിച്ച് ഏറ്റവും ഉയരമുള്ള ഭാഗമായ കോട്ടമലയുടെ ഉയരം 2016 മീറ്ററാണ്. ശരാശരി വാർഷിക മഴ ലഭ്യത 1700 മില്ലിമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിലാണ് സാങ്ച്വറി. സംരക്ഷിത മേഖലയുടെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്ററാണ്. നെയ്യാറിൻ്റെയും പോഷക നദികളായ മുല്ലയാറിൻ്റെയും കല്ലാറിൻ്റെയും തടപ്രദേശത്താണ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1958 ഓഗസ്റ്റ് 6 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. അഗസ്ത്യാർകുടം, ചേറ്റുപാറ, വരയാടുമുടി എന്നീ പ്രദേശങ്ങൾ നെയ്യാർ സങ്കേതത്തിലുണ്ട്. 6 വ്യത്യസ്ത ഇനം കാടുകളാണ് മറ്റൊരു പ്രത്യേകത. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യാർ ഡാം സാങ്ച്വറിയുടെ കവാടത്തിലാണ്. ചീങ്കണ്ണികളുടെ വംശനാശം തടയുന്നതിന് 1976 സംസ്ഥാന വനം വകുപ്പ് നെയ്യാർ ഡാമിനരികിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം തുടങ്ങി. സിംഹങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്നത് നിരീക്ഷിക്കാൻ സൗകര്യമുള്ള ലയൺ സഫാരി പാർക്ക് ഇവിടെയുണ്ട്. ശരാശരി വാർഷിക മഴ ലഭ്യത 2800 മില്ലിമീറ്ററാണ്. 39 ഇനം സസ്തനികൾ, 176 ഇനം പക്ഷികൾ, 30 ഇനം ഉരഗങ്ങൾ, 17 ഇനം ഉഭയജീവികൾ, 40 ഇനം മത്സ്യങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കടുവ, പുലി, കരടി, ആന തുടങ്ങിയവയാണ് സാധാരണ കണ്ടുവരുന്ന സസ്തനങ്ങൾ. തൃശൂർ, തലപ്പിള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചിവാഴാനി സാങ്ച്വറിയുടെ വിസ്തീർണം 125 ചതുരശ്ര കിലോമീറ്ററാണ്. 1958 ഓഗസ്റ്റ് 6 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 3 തരം കാടുകളാണ് ഇവിടെയുള്ളത്. തൃശൂരിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതത്തിന്റെ ഉയരം 45 മുതൽ 900 മീറ്റർ വരെയാണ്. ശരാശരി 3000 മില്ലിമീറ്റർ മഴ പ്രതിവർഷം ലഭിക്കുന്നു. വൈവിധ്യമാർന്ന ജന്തുജാലകങ്ങളാൽ സമ്പന്നമായ ഇവിടെ 39 ഇനം സസ്തനങ്ങളുണ്ട്. കടുവ, പുലി, കരടി, ആന എന്നിവയാണ് ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന സസ്തനങ്ങൾ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 1962 ജൂലൈ 24 ഇത് സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. 1973 ഫെബ്രുവരി 12 പറമ്പിക്കുളം എന്ന് നാമകരണം ചെയ്തു. 285 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തുണക്കടവാണ്. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ കഴിയൂ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലകങ്ങളാൽ സമ്പന്നമാണ് പറമ്പിക്കുളം. കേരളത്തിലെ സാങ്ച്വറികളിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളുള്ളത് ഇവിടെയാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുമരമായ കന്നിമരം ഈ സാങ്ച്വറിയിലാണ്. ഏകദേശം 360 വർഷമാണ് ഇതിന്റെ പഴക്കം. 1400 മുതൽ 2300 മില്ലിമീറ്റർ വരെ വാർഷിക മഴ ലഭ്യതയുള്ള പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. 300 മുതൽ 1440 മീറ്റർ വരെയാണ് പ്രദേശത്തിന്റെ ഉയരം.
1438 മീറ്റർ ഉയരമുള്ള കരിമല പ്രധാന കൊടുമുടിയാണ്. ജലാശയത്തിലേക്ക് പതിക്കുന്ന തുവയ്യാർ വെള്ളച്ചാട്ടം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ഔഷധ സസ്യ സംബന്ധമായ ഒരു ഡെമോ ഗാർഡനും ആധുനിക രീതിയിലുള്ള വൈൽഡ് ലൈഫ് ഇന്റർപ്രിട്ടേഷൻ സെന്ററും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഒരു ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന വയനാട് സാങ്ച്വറി മാത്രമാണ്. 344.4 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇതിന് സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുണ്ട്. സുൽത്താൻ ബത്തേരിയാണ് സാങ്ച്വറിയുടെ ആസ്ഥാനം. സാങ്ച്വറിയുടെ കിടപ്പ് 2 ഭാഗങ്ങളായിട്ടാണ്. ഒരു ഭാഗം മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും മറ്റേത് ബേഗൂർ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നു. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് വയനാട് സങ്കേതം. 1973 വയനാട്ടിലെ വനപ്രദേശം സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചത്. 1984 ഒക്ടോബർ 15 സ്വയം ഭരണാധികാരമുള്ള വൈൽഡ് ലൈഫ് ഡിവിഷനായി രൂപം കൊണ്ടു. തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതവും കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും നാഗർഹോള ദേശീയോദ്യാനവും വയനാട് സാങ്ച്വറിയുമായി അതിർത്തി പങ്കിടുന്നു. മുത്തങ്ങയിൽ പല സ്ഥലങ്ങളിലും ആദിവാസികളുടെ താവളങ്ങളുണ്ട്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടത്തിന് വേദിയായിരുന്നു ഈ മലനിരകൾ. 650 മുതൽ 1150 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ കരോട്ടി മലയുടെ ഉയരം 1158 മീറ്റർ ആണ്. ശരാശരി 2000 മില്ലിമീറ്റർ മഴ വർഷം തോറും ലഭിക്കുന്നു. ചെറുപുഴ, ബാവലിപ്പുഴ, കബനി, കണ്ണാരംപുഴ തുടങ്ങി ജലപ്രവാഹങ്ങളുടെ തടപ്രദേശത്താണ് ഈ സങ്കേതം. തേക്ക്, താന്നി, ഈട്ടി മുതലായ വൃക്ഷങ്ങളാൽ നിബിഡമായ ഈ പ്രദേശത്ത് ആന, കടുവ, മാൻ, കുരങ്ങ് തുടങ്ങി 45ഓളം ഇനം സസ്തനങ്ങളും കാണപ്പെടുന്നു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇടുക്കി വന്യജീവി സങ്കേതത്തിന് 105.364 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇടുക്കി ജലസംഭരണിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 1976 ഫെബ്രുവരി 9 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. സാങ്ച്വറിയുടെ ആസ്ഥാനം പൈനാവാണ്. 400 മുതൽ 1272 മീറ്റർ വരെയാണ് ഈ സങ്കേതത്തിലെ പ്രദേശങ്ങളുടെ ഉയരം. ഏറ്റവും ഉയരം കൂടിയ ഭാഗം വഞ്ചൂർമേടാണ്. ശരാശരി 3800 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു. പെരിയാറും ചെറുതോണിയാറുമാണ് സങ്കേതപ്രദേശത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. 33 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടുക്കി ജലസംഭരണിയും സങ്കേതത്തിന്റെ ഭാഗമാണ്. തേക്ക്, ഈട്ടി തുടങ്ങി മരങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം സസ്യജാല വൈവിധ്യം കൊണ്ട് അതിസമ്പന്നമാണ്. ആന, മാൻ, കുരങ്ങ്, കുറുക്കൻ തുടങ്ങിയവയാണ് സാധാരണയായി കണ്ടുവരുന്ന സസ്തനങ്ങൾ. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനഭാഗത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ പ്രഥമ പക്ഷി സങ്കേതമായ ഇതിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് പ്രശസ്ത ഓർണിത്തോളജിസ്റ്റായ ഡോക്ടർ സലീം അലിയാണ്. പക്ഷി സങ്കേതത്തിന്റെ വിസ്തീർണം 25.16 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1983 ഓഗസ്റ്റ് 27 സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചു. 35 മുതൽ 488 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ ഈ സങ്കേതത്തിന്റെ ഭാഗമാണ്. 1400 മുതൽ 2300 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. പെരിയാർ, ഇടമലയാർ നദികളുമായി ചേർന്നു കിടക്കുന്ന ചതുപ്പു പ്രദേശങ്ങൾ സങ്കേതത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ ഒരു ഭാഗം ഭൂതത്താൻ കെട്ട് അണക്കെട്ട് വന്നപ്പോൾ അതിൽ മുങ്ങിപ്പോയി. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഈയപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്നിവയാണ് ഇവിടെ കാണുന്ന സസ്യജാലം. 34 ഇനം സസ്തനങ്ങളും 270 ഇനം പക്ഷികളും ഇവിടെയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശുദ്ധജലം പ്രദാനം ചെയ്യുന്ന അരുവിക്കര അണക്കെട്ടിലേക്ക് വെള്ളമെത്തിക്കാൻ കരമനയാറ് കുറുകെ പേപ്പാറയിൽ 1983 ഒരു ബഫർ ഡാം പണി കഴിപ്പിച്ചു. ഇതിന്റെ ജലസംഭരണിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതേ വർഷം ഡിസംബർ 21 സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 6 തരം വ്യത്യസ്ത കാടുകൾ ഇവിടെയുണ്ട്. പേപ്പാറയും സമീപത്തുള്ള പൊന്മുടി സുഖവാസ കേന്ദ്രവും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. 100 മുതൽ 1717 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശത്ത് 2500 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു. ഉയരം കൂടിയ ഭാഗമായ ചെമ്മുഞ്ചിമൊട്ടയുടെ ഉയരം 1717 മീറ്റർ ആണ്.
അതിരുമല, ആറുമുഖം കുന്ന്, കോവിൽ തേരിമല എന്നിവയും ഉയരം കൂടിയ ഭാഗങ്ങളാണ്. 5.82 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പേപ്പാറ ജലസംഭരണിയും സങ്കേതത്തിൽ ഉൾപ്പെടുന്നു. 43 ഇനം സസ്തനങ്ങളും 233 ഇനം പക്ഷികളും 46 ഇനം ഉരഗങ്ങളും കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഈ സങ്കേതത്തിൽ കടുവ, പുലി, കരടി, ആന, കുരങ്ങ് എന്നിവയാണ് സാധാരണ കാണപ്പെടുന്ന സസ്തനങ്ങൾ. കരമനയാറും പോഷക നദികളുമാണ് വന്യജീവി സങ്കേതത്തിന് ജലസാന്നിധ്യം പകരുന്നത്. ഇടുക്കി ജില്ലയുടെ വടക്കേ അറ്റത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. 90.44 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വനപ്രദേശങ്ങൾ 1984 ഓഗസ്റ്റ് 4-നാണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. ചിന്നാറാണ് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. ചാമ്പൽ മലയണ്ണാൻ എന്ന അപൂർവ ജീവി ഇവിടുത്തെ പ്രത്യേകതയാണ്. നക്ഷത്ര ആമയാണ് മറ്റൊരു പ്രധാന ജീവി. മയിലുകൾ ഇവിടെ ധാരാളമുണ്ട്. വന്യജീവി സങ്കേതത്തിന്റെ അധിക ഭാഗവും ഇലപ്പൊഴിയും വനങ്ങളാണ്. ഇവിടെ ചന്ദന മരങ്ങളുമുണ്ട്. പാമ്പാർ നദി സാങ്ച്വറിയിലൂടെ ഒഴുകുന്നു. തമിഴ്നാട്ടിലെ ആനമലൈ വന്യജീവി സങ്കേതവുമായി ചിന്നാർ സങ്കേതം അതിർത്തി പങ്കിടുന്നു. 500 മുതൽ 2400 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ സങ്കേതത്തിന്റെ ഭാഗമാണ്. 2144 മീറ്റർ ഉയരമുള്ള കോട്ടക്കൊമ്പ് മലയാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. 100 മില്ലിമീറ്റർ മാത്രം മഴ ലഭിക്കുന്ന ഈ സങ്കേതം മഴ ലഭ്യതയുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നിലാണ്. സങ്കേതത്തിലെ സിംഹഭാഗവും പുൽമേടുകളാണ്. ചില ഭാഗങ്ങൾ ചോലപ്രദേശങ്ങളാണ്. 34 ഇനം സസ്തനങ്ങളും 245 ഇനം പക്ഷികളും ഇവിടെയുണ്ട്. ആന, പുള്ളിമാൻ, പാന്തർ, ഹനുമാൻ കുരങ്ങ് തുടങ്ങിയവയാണ് സാധാരണമായി കാണുന്ന സസ്തനങ്ങൾ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെന്തുരുണി. 1984 ഓഗസ്റ്റ് 25-ന് നിലവിൽ വന്ന വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 171 ചതുരശ്ര കിലോമീറ്റർ ആണ്. കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമായ ഇവിടെ 4 തരം കാടുകളാണുള്ളത്. തെന്മല അണക്കെട്ടിന്റെ ജലസംഭരണിയും പരിസര വനങ്ങളും ഇതിന്റെ സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടും. ചെന്തുരുണി മരങ്ങൾ ധാരാളമായി വളരുന്നതിനാലാണ് ഈ പേരു ലഭിച്ചത്. ഇവിടെ തേക്ക് വളരാറില്ല. ചെന്തുരുണി, കുളത്തുപുഴ, കഴുതുരുട്ടിയാർ എന്നിവയാണ് ഈ സങ്കേതത്തിലൂടെ ഒഴുകുന്ന ജലപ്രവാഹങ്ങൾ. ഇവ യോജിച്ചാണ് കല്ലടയാർ രൂപം കൊള്ളുന്നത്. 34 ഇനം സസ്തനങ്ങളും 245 ഇനം പക്ഷികളും കാണപ്പെടുന്ന ഈ പ്രദേശം 2600 മുതൽ 3000 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. 100 മുതൽ 1550 മീറ്റർ വരെയാണ് ഉയരം. ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ആഴ്വാർ കുറിച്ചിക്ക് 1550 മീറ്ററാണ് ഉയരം. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ് ചിമ്മിനി സാങ്ച്വറി. 85.067 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എച്ചിപ്പാറയാണ്. 1984 ഓഗസ്റ്റ് 25-ന് സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനങ്ങൾ എന്നീ 3 തരം വനങ്ങളുള്ള ഈ മേഖലയിൽ വിവിധ ഇനം കുരങ്ങുകളും കടുവ, പുലി തുടങ്ങിയ വന്യജീവികളും ധാരാളമുണ്ട്. 40 മുതൽ 1110 മീറ്റർ വരെ ഉയരത്തിലാണ് പ്രദേശങ്ങൾ. ഏറ്റവും ഉയരം കൂടിയ ഭാഗം പുണ്ടക്കൊടുമുടി. 2980 മില്ലിമീറ്റർ ആണ് ശരാശരി മഴ ലഭ്യത. ചിമ്മിനി നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ടതും 10 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതുമായ ജലസംഭരണിയും ഈ സങ്കേതത്തിന്റെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിലെ ഒരേയൊരു വന്യജീവി സങ്കേതമാണ് തലശ്ശേരി താലൂക്കിലുള്ള ആറളം. 1984 ഒക്ടോബർ 15-നാണ് സാങ്ച്വറിയായി പ്രഖ്യാപിച്ചത്. 55 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. 650 മുതൽ 1150 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3700 മുതൽ 5000 വരെ മില്ലിമീറ്റർ ആണ് ശരാശരി മഴ ലഭ്യത. ചീങ്കണ്ണിപ്പുഴയാണ് സങ്കേതത്തിന്റെ തെക്കുഭാഗത്തെ പ്രധാന ജലസ്രോതസ്. നരിക്കടവ് തോട്, കുർക്കത്തോട്, മീൻമുട്ടിത്തോട് എന്നിവ ഉത്തരഭാഗത്ത് നിന്ന് തെക്കോട്ടൊഴുകി ചീങ്കണ്ണിപ്പുഴയിൽ ചേരുന്നു. വിവിധ ഇനം പക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ആറളം. 158 ഇനം പക്ഷികൾ കാണപ്പെടുന്ന ആറളത്ത് 23 ഇനം സസ്തനങ്ങളുമുണ്ട്. ആന, കടുവ, പുള്ളിമാൻ, കുരങ്ങ് എന്നിവയെ ഇവിടെ സാധാരണയായി കാണാൻ സാധിക്കും. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് മംഗളവനം ദ്വീപ്. 2004 പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്.
0.0274 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. കണ്ടൽക്കാടുകളും മരങ്ങളും നിറഞ്ഞ് സ്വാഭാവിക വനപ്രദേശമായി മാറിയ ഈ ദ്വീപ് ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വിവിധ ഇനം പക്ഷികളുടെ അഭയസങ്കേതമാണ്. വമ്പൻ വവ്വാലുകളും ഇവിടെ കാണാം. പക്ഷികളെ കൂടാതെ ചിലന്തികളാണ് മംഗളവനത്തിലെ മറ്റൊരു ആകർഷണം. 2006 ഒക്ടോബറിൽ നിലവിൽ വന്ന കുറിഞ്ഞിമല സാങ്ച്വറി ഇടുക്കി ജില്ലയിലാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ സംരക്ഷണാർത്ഥമാണ് സാങ്ച്വറി സ്ഥാപിച്ചത്. ദേവികുളം താലൂക്കിലെ കൊട്ടാക്കമ്പൂർ, വട്ടവട വില്ലേജുകളിലെ 32 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് സാങ്ച്വറിയിൽ ഉൾപ്പെടുന്നത്. ദേശീയ പക്ഷിയായ മയിലിന്റെ സംരക്ഷണാർത്ഥം 2007 പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരിലെ 3.42 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മയിലിന് വേണ്ടിയുള്ള ആദ്യ സാങ്ച്വറിയാണിത്. ചൂളന്നൂർ, മല്ലേശമംഗലം വനങ്ങളാണ് കേരളത്തിൽ മയിലിന്റെ പ്രധാന ആവാസ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ ചാക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് വില്ലേജുകളിലായി 74.21 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലബാർ വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെയും വയനാട് എലിഫന്റ് റിസർവിന്റെയും ഭാഗമാണ്. 2010 സങ്കേതം നിലവിൽ വന്നത്. കുറ്റ്യാടി നദിയുടെ തടപ്രദേശങ്ങൾ സങ്കേതത്തിന്റെ ഭാഗമാണ്. 200-ലധികം ഇനം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള സസ്യജാലങ്ങളാൽ സമ്പന്നമായ ഇവിടെ 43 ഇനം സസ്തനങ്ങളും 179 ഇനം പക്ഷികളും അധിവസിക്കുന്നു. പെരുവണ്ണാമൊഴി, കക്കയം അണക്കെട്ടുകളോടനുബന്ധമായി ഇക്കോ ടൂറിസം പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവയും ഉരക്കുഴി വെള്ളച്ചാട്ടവും വിനോദസഞ്ചാരികളെ ധാരാളമായി ഇവിടേക്ക് ആകർഷിക്കുന്നു. കേരളം 2 ബയോസ്ഫിയർ റിസർവുകളുടെ പരിധിയിൽപ്പെടുന്നു. 1986 സെപ്റ്റംബർ 1 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ ഭാഗമായി നിലവിൽ വന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ്. 5520.40 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണമുള്ള ഇത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്കും വയനാട് സാങ്ച്വറിയും കേരളത്തിലെ മറ്റു ചില വനപ്രദേശങ്ങളും ഇതിന്റെ ഭാഗമാണ്. 1455.40 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് കേരളത്തിൽ നിന്ന് ഈ ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നത്. 2001 നവംബർ 12 നിലവിൽ വന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കേരളത്തിൽ മാത്രമായി സ്ഥിതി ചെയ്യുന്നു. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങളും അച്ചൻകോവിൽ, തെന്മല, കോന്നി, പുനലൂർ തുടങ്ങിയ സമീപത്തെ ചില ഫോറസ്റ്റ് ഡിവിഷനുകളിലെ വനപ്രദേശങ്ങളും അഗസ്ത്യമല ബയോളജിക്കൽ പാർക്കും ഇതിലുൾപ്പെടും. 1828 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഈ ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നത്. വന്യജീവികൾ. കേരളത്തിലെ വനങ്ങൾ നാനാവിധത്തിലുള്ള വന്യജീവികളാൽ സമ്പന്നമാണ്. ഇവയിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സസ്തനങ്ങൾ. ആന മുതൽ മുയൽ വരെയുള്ള സസ്യബുക്കുകളും കടുവ മുതൽ കാട്ടുപൂച്ച വരെയുള്ള മാംസഭോജികളും സൃഷ്ടിക്കുന്ന വൈവിധ്യം കേരളീയ വനങ്ങളെ പ്രകൃതി നിരീക്ഷകർക്ക് ആവേശം പകരാൻ പര്യാപ്തമാണ്. പെരിയാർ ടൈഗർ റിസർവിൽ ആനക്കൂട്ടങ്ങളെ സാധാരണയായി കാണാൻ കഴിയും. കരയിലെ ഏറ്റവും വലിയ സസ്തനമാണ് ആന. ഭൂമുഖത്ത് ഇപ്പോൾ 2 തരം ആനകളാണുള്ളത്, ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും. രണ്ടാമത്തേതാണ് ഇന്ത്യയിലുള്ളത്. ആഫ്രിക്കൻ ആനകളിൽ ആണിനും പെണ്ണിനും നീണ്ട കൊമ്പുണ്ട്. ആഫ്രിക്കൻ ആനകൾക്ക് പൊക്കം ഏറ്റവും കൂടുതൽ 13 അടിയോളം വെക്കാറുണ്ട്. ഇന്ത്യൻ കൊമ്പനാനയ്ക്ക് 10.5 അടിയും. ഇന്ത്യയിലും ശ്രീലങ്കയിലും കൊമ്പില്ലാത്ത ആനകളുണ്ട്. ഇതിനെ മോഴ എന്നാണ് പറയുന്നത്. ആകെ 4 പല്ലുകളാണ് ആനയ്ക്കുള്ളത്. ആനയുടെ കൊമ്പ് അതിന്റെ ഉളിപ്പല്ലിന് രൂപാന്തരണം സംഭവിച്ചതാണ്. ചില ആനകളിൽ കൊമ്പ് 2.5 മീറ്ററോളം വളരാറുണ്ട്. ഇതിനുള്ളിൽ മജ്ജയും രക്തധമനികളും മടങ്ങിയ ഒരു വിടവ് കാണാം. ഈ വിടവ് ക്രമേണ നേർത്ത് കൊമ്പിന്റെ 1/5 ഭാഗം ബാക്കിയിരിക്കെ അവസാനിക്കുന്നു. പിടിയാനയുടെ കൊമ്പ് 20 സെന്റിമീറ്ററിലേറെ വളരാറില്ല. ഇതിനെ തേറ്റ എന്നാണ് പറയുന്നത്. മൂക്കും മേൽചുണ്ടും രൂപപരിണാമത്തിന് വിധേയമായതാണ് തുമ്പിക്കൈ. ആഫ്രിക്കൻ ആനയ്ക്കാണ് ആയുസ് കൂടുതൽ. ആനയുടെ ആയുസ് 70 മുതൽ 80 വർഷം വരെയാണ്. 13 മുതൽ 14 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവും. ഏറ്റവും നീണ്ട ഗർഭകാലമുള്ള സസ്തനം ഏഷ്യൻ ആനയാണ്. ഗർഭകാലം ശിശു ആണായാൽ 22 മാസവും പെണ്ണായാൽ 18 മാസവുമാണ്. മറ്റു നാൽക്കാലികളിൽ നിന്ന് വ്യത്യസ്തമായി ആനയുടെ മുലകൾ അതിന്റെ മുൻകാലുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി പ്രത്യേകതകളുള്ള ജീവിയാണ് ആന. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ശക്തനാണിത്.
ജിറാഫ് കഴിഞ്ഞാൽ കരയിലെ ജീവികളിൽ ഏറ്റവും ഉയരം കൂടുതൽ ആനക്കാണ്. ഏറ്റവും വലിയ ചെവിയുള്ള ജീവി, കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി എന്നീ പ്രത്യേകതകളും ആനയ്ക്ക് സ്വന്തമാണ്. വിരലുകളില്ലെങ്കിലും ആനയ്ക്ക് നഖങ്ങളുണ്ട്. 4 കാൽമുട്ടുകളും ഒരേപോലെ മടക്കാൻ കഴിയുന്ന ഏക മൃഗവും ആനയാണ്. ആനയുടെ ആകെ അസ്ഥികൾ 288 ആണ്. ആനയുടെ എല്ലാ അസ്ഥികളും പത്തനംതിട്ടയിലെ ഗവി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആന പരിശീലന കേന്ദ്രമെന്ന നിലയിൽ പ്രശസ്തമാണ് എറണാകുളം ജില്ലയിലെ കോടനാട്. പെരിയാർ ടൈഗർ റിസർവിലാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്. ഇരവിക്കുളം നാഷണൽ പാർക്കിലും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും കടുവകളെ കാണാൻ കഴിയും. രാത്രിഞ്ചരനായ ഈ ജീവി പകൽ ഗുഹകളിലോ നദീതീരങ്ങളിലോ വിശ്രമിക്കും. ഒറ്റയായിട്ടാണ് സഞ്ചാരം. മാർജാര വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കടുവ. ഇവയിൽ സൈബീരിയൻ കടുവകൾക്കാണ് ഏറ്റവും കൂടുതൽ വലിപ്പം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇനം റോയൽ ബംഗാൾ ടൈഗർ എന്ന ഇനമാണ്. പെന്താര ടൈഗ്രിസ് എന്നാണ് ശാസ്ത്രനാമം. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. 1973 കടുവയ്ക്ക് ഈ പദവി ലഭിച്ചത്. അതിനു മുമ്പ് ആ സ്ഥാനത്ത് സിംഹമായിരുന്നു. 1973 ഇന്ത്യൻ ഗവൺമെന്റ് കടുവകളുടെ സംരക്ഷണാർത്ഥം പ്രോജക്ട് ടൈഗർ എന്ന പദ്ധതി നടപ്പാക്കി. അതുപ്രകാരം കേരളത്തിൽ നിന്ന് തേക്കടി വന്യജീവി സങ്കേതത്തെ ഉൾപ്പെടുത്തി. അതിനെ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പുനർനാമകരണം ചെയ്തു. ആൺകടുവകൾക്ക് 205 മുതൽ 121 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺകടുവകളുടെ ശരാശരി തൂക്കം 140 കിലോയാണ്. സസ്തനങ്ങളിലെ പൊതു നിയമമാണ് പെണ്ണിന് വലിപ്പം കുറഞ്ഞിരിക്കുക എന്നത്. മൃഗങ്ങളുടെ നീളം അളക്കുക മൂക്കിന്റെ അറ്റം മുതൽ വാലിന്റെ അറ്റം വരെയാണ്. പൊക്കം അളക്കുക മുൻകാലിൽ നിന്ന് ചുമൽ വരെയും. കടുവയ്ക്ക് 13 അടിയോളം നീളമുണ്ടാകും. 25 വയസ്സുവരെ ജീവിച്ചിരിക്കാറുണ്ട്. കേരളത്തിലെ വനങ്ങളിൽ കാണുന്ന മാർജാര വർഗത്തിലെ മറ്റൊരു ജീവിയാണ് പുലി. മരത്തിൽ കയറാൻ പുലിയോളം കഴിവ് മാർജാര വർഗത്തിൽ മറ്റൊരു ജീവിക്കുമില്ല. മുതിർന്ന ആൺപുലിക്ക് 2 മീറ്ററിലേറെ നീളവും 70 കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും. പെൺപുലിക്ക് പൊക്കവും നീളവും ഭാരവും കുറവാണ്. ഗർഭകാലം 90 മുതൽ 105 ദിവസം വരെയാണ്. 2 മുതൽ 4 വരെ കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിലുണ്ടാകും. പുലിയെയാണ് പുള്ളിപ്പുലി എന്നും വിളിക്കുന്നത്. കരിമ്പുലിക്ക് കറുത്ത നിറമാണ്. ഈ നിറവ്യത്യാസത്തിന് കാരണം നിറം നൽകുന്ന ത്വക്ക് ഗ്രന്ഥികളുടെ അഭാവമാണ്. അല്ലാതെ ഇതൊരു പ്രത്യേക ഇനമല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിന്റെ പുറത്തും അർദ്ധചന്ദ്രാകൃതിയിലുള്ള കലകൾ കാണാം. മാത്രമല്ല ഈ പുലി സാധാരണ പുലിക്ക് ജന്മം കൊടുക്കാറുമുണ്ട്. മഴ കൂടുതലുള്ള കാടുകളിലാണ് കരിമ്പുലികളെ കാണാറുള്ളത്. കേരളത്തിൽ തെന്മല, ഇരവിക്കുളം, പറമ്പിക്കുളം ഭാഗങ്ങളിൽ കരിമ്പുലികളുണ്ട്. ഇവക്ക് ശൗര്യം കൂടുതലാണ്. പറമ്പിക്കുളം, നെയ്യാർ ഭാഗങ്ങളിൽ കാണുന്ന ഒരു മിശ്രബുക്കാണ് കരടി. കരടിയുടെ വർഗ്ഗക്കാരനായ ധ്രുവക്കരടി കരയിലെ ഏറ്റവും വലിപ്പം കൂടിയ മാംസഭോജിയാണ്. ധ്രുവക്കരടിയുടെ നിറം വെളുപ്പാണ്. സ്ലോത്ത് ബിയറിന് കറുപ്പ് നിറമാണ്. 2.5 മുതൽ 3 അടിയോളമാണ് കരടിയുടെ ഉയരം. 4.5 മുതൽ 5 അടിയോളം നീളമുണ്ടാകും. ഭാരം 120 മുതൽ 140 വരെ കിലോഗ്രാം ആണ്. പഴങ്ങൾ, തേൻ, പുഴുക്കൾ, പഴങ്ങൾ, ചീഞ്ഞ മാംസങ്ങൾ, കിഴങ്ങുകൾ എന്നിവയാണ് പ്രധാന ആഹാരം. കരടിയുടെ ഗർഭകാലം 7 മാസമാണ്. ഒരു പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. കരടി വിശ്രമിക്കുന്നതും പ്രസവിച്ചു കിടക്കുന്നതും പാറയിടുക്കുകളിലും ഗുഹകളിലുമാണ്. ഗോവർഗത്തിലെ ഏറ്റവും വലിയ മൃഗമാണ് കാട്ടുപോത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണാൻ കഴിയുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ നന്നായി അടുത്ത് കാണാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. തേക്കടിയിൽ സാധാരണമായി ബോട്ടിലിരുന്നാണല്ലോ വന്യജീവികളെ കാണുന്നത്. പക്ഷേ പറമ്പിക്കുളത്ത് ഇവയുടെ സമീപം മോട്ടോർ വാഹനങ്ങളിലോ നടന്നോ പോയി കാണാൻ സാധിക്കും. മുതിർന്ന ആൺപോത്തുകൾക്ക് കറുപ്പ് നിറവും പെൺപോത്തുകൾക്ക് തവിട്ടു നിറമാണ്. മുട്ടിന് താഴെ വരുന്ന വെള്ള നിറം ആണിനും പെണ്ണിനും ഒരിക്കലും മാഞ്ഞു പോകില്ല. ഇതിന്റെ ഗർഭകാലവും മറ്റുമെല്ലാം പശുവിൻ്റേത് പോലെ തന്നെയാണ്. കേരളത്തിൽ മാൻവർഗത്തിലുള്ള 4 ഇനം ജീവികളുണ്ട്. മാലിനെ പോലെ കവികളുടെ തൂലികയ്ക്ക് പ്രചോദനമായ മറ്റൊരു സസ്തനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കലമാൻ അഥവാ മ്ലാവാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഇനം. പൂർണ്ണ വളർച്ചയെത്തിയ ആണിന് 200 മുതൽ 250 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. പൊക്കം 1.5 മീറ്ററോളമാണ്. ആൺമാനിന് 1 വർഷം പ്രായമായാൽ കൊമ്പ് മുളയ്ക്കും. 2-3 വയസ്സാകുമ്പോഴേക്കാണ് പ്രായപൂർത്തിയാകുന്നത്. മാനുകളിൽ ഏറ്റവും ഭംഗി കൂടിയത് പുള്ളിമാനാണ്. ഇവ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്.
ആക്സിസ് എന്നാണ് ശാസ്ത്രനാമമുള്ള ഇവയുടെ പ്രധാന ആഹാരം പുല്ലാണ്. മുതിർന്ന ആൺമാനിന് 80 മുതൽ 90 മീറ്റർ വരെ പൊക്കമുണ്ടാകും. ഭാരം 150 മുതൽ 170 പൗണ്ട് വരെയും. കേഴമാൻ ആണ് മറ്റൊരു ഇനം. ഇവ ഒരിക്കലും കൂട്ടമായി നടക്കാറില്ല, ഒന്നുകിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇണയുമായി. കേഴമാനിന് 50 മുതൽ 60 സെന്റിമീറ്റർ പൊക്കവും 20 കിലോമീറ്ററോളം തൂക്കവും ഉണ്ടാകും. മാനുകളിലെ കൊമ്പില്ലാത്ത ഇനമാണ് കൂരമാൻ. കേരളത്തിൽ കാണുന്ന നായ് വർഗത്തിൽപ്പെട്ട 4 ജീവികളാണ് കാട്ടുനായ്, കുറുക്കൻ അഥവാ ഊളൻ, കുറുനരി, ചെന്നായ് എന്നിവ. നാട്ടിലെ നായയോട് സാദൃശ്യമുള്ള ജീവിയാണ് കാട്ടുനായ. നമ്മുടെ നാട്ടിലെ നായകൾ കാട്ടുനായയിൽ നിന്നും യൂറോപ്പിലെ നായ്ക്കൾ ചെന്നായിൽ നിന്നും പരിണമിച്ചുണ്ടായവയാണെന്നാണ് വിശ്വാസം. കാട്ടുനായയുടെ ഗർഭകാലം 70 ദിവസമാണ്. ഇവയ്ക്ക് 12 മുലക്കണ്ണുകളുണ്ട്. മാംസാഹാരമാണ് പ്രിയം. കുറുക്കൻ കോഴിയെയും മറ്റും കൊന്നു തിന്നാറുണ്ട്. കുറുനരിക്ക് എലി പോലുള്ള ചെറിയ ജീവികൾ മതി. രണ്ടിനങ്ങളും ചില പഴങ്ങളും കിഴങ്ങുകളും തിന്നാറുണ്ട്. രണ്ടിന്റെയും ആകൃതി ഏതാണ്ടൊരു വിധമാണ്. കുറുക്കന് ഭാരം 8 മുതൽ 10 കിലോയോളം വരും. കുറുനരിക്ക് 2 മുതൽ 3 കിലോയേ വരൂ. ഒരേ കുടുംബത്തിൽപ്പെട്ടവയാണെങ്കിലും നായയും കുറുക്കനും ബന്ധശത്രുക്കളാണ്. കേരളത്തിൽ കുറുക്കന്മാരെ അപേക്ഷിച്ച് കുറുനരികൾ കുറവാണ്. കേരളത്തിലെ കാടുകളിൽ വെള്ളത്തിൽ കഴിയുന്ന സസ്തനങ്ങളായി 2 ഇനങ്ങളെയുള്ളൂ. സാധാരണ നീർനായയും നഖമില്ലാത്ത നീർനായയും. ജലസംഭരണികളിലാണ് പ്രധാനമായും നീർനായക്കൾ കാണപ്പെടുന്നതും. മീനാണ് പ്രധാന ആഹാരം. നഖമില്ലാത്ത നീർനായയെ കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്ററിനുമേൽ ഉയരത്തിലുള്ള സ്ഥലങ്ങളിലെ ആറുകളിലും ജലാശയങ്ങളിലുമാണ്. നീർനായയോട് അടുത്തു ബന്ധമുള്ള ജീവിയാണ് മരനായ. വംശനാശത്തിന്റെ വക്കോളമെത്തിയ ഒരു ജീവവർഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഇവ സംരക്ഷിക്കപ്പെടുന്നു. ആടിന്റെ വർഗത്തിൽപ്പെട്ടതാണ് നീലഗിരി താർ എന്നറിയപ്പെടുന്ന ഈ മൃഗം. 4000 അടിക്കും 8000 അടിക്കും ഇടയ്ക്ക് ഉയരമുള്ള പശ്ചിമഘട്ടം കുന്നുകളിൽ ഇവ കാണപ്പെടുന്നു. പുല്ലാണ് പ്രധാന ആഹാരം. കുഞ്ഞുങ്ങളെ മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായി മറ്റു മൃഗങ്ങൾക്ക് ചെന്നുപറ്റാൻ കഴിയാത്ത കൊടുമുടികളിലാണ് ഈ ആടുകൾ പ്രസവിക്കാറുള്ളത്. ബ്രൗൺ നിറമുള്ള ഇവ പ്രായമാകുന്നതോടെ കറുപ്പ് നിറമാകുന്നു. കേരളത്തിൽ വെരുകിന്റെ ഇനത്തിൽപ്പെട്ട 3 ജാതി മൃഗങ്ങളുണ്ട്. മരപ്പട്ടി, ചെറുവെരുക്, മലബാർ വെരുക്. കീരികളും 3 ഇനമാണുള്ളത്. സാധാരണ കീരി, വരയൻ കീരി, ചെങ്കീരി. വെരുകുകൾ സസ്യാഹാരം കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ കീരികൾക്ക് മുൻഗണന മാംസാഹാരത്തിനാണ്. അണ്ണാൻ വർഗത്തിൽപ്പെട്ട 3 ജീവികളാണ് മലയണ്ണാൻ, 3 വരയുള്ള അണ്ണാൻ, പറക്കുന്ന അണ്ണാൻ എന്നിവ. ഇവ 3ഉം നന്നായി ഇണങ്ങുന്ന ജീവികളാണ്. കേരളത്തിലെ സസ്തനങ്ങളിൽ ചെതുമ്പലുള്ള ഏക ഇനമാണ് ഈനാമ്പേച്ചി. ചിതലുകളും ചിതൽ മുട്ടകളുമാണ് പ്രധാന ആഹാരം. കേരളത്തിലെ സസ്തനങ്ങളിൽ മരങ്ങളിൽ വാൽ ചുറ്റിക്കിടക്കാനുള്ള കഴിവ് ഈ ജീവിക്ക് മാത്രമേ ഉള്ളൂ. പേര് മുള്ളൻ പന്നിയാണെങ്കിലും പന്നി വർഗത്തിൽപ്പെട്ട ജീവിയല്ല മുള്ളൻ പന്നി. എലിയുടെ വർഗത്തിൽപ്പെട്ട ഇവയ്ക്ക് ഭൂമി തുരക്കാൻ എലിയേക്കാളും വൈദഗ്ധ്യമുണ്ട്. രോമങ്ങൾ രൂപാന്തരം പ്രാപിച്ചതാണ് മുള്ളുകൾ. കേരളത്തിലെ എലികളിൽ ഏറ്റവും വലുത് പെരിച്ചാഴിയാണ്. കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള ജീവികളിലൊന്നാണ് കാട്ടുപന്നി. ഏറ്റവും കൂടുതൽ എണ്ണം ഒരുമിച്ച് നടക്കുന്ന ഇനവും ഇതാണ്. മുതിർന്ന ആൺ കാട്ടുപന്നിക്ക് 3 അടിയോളം പൊക്കവും 200 കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടാകും. ഇതിന്റെ കൊമ്പല്ല് തേറ്റകളെപ്പോലെ 15 സെന്റിമീറ്റർ നീളത്തിനുമേൽ മുകളിലേക്ക് വളരാറുണ്ട്. 4 മാസമാണ് ഗർഭകാലം. ഒരു പ്രസവത്തിൽ 4 മുതൽ 6 വരെ കുട്ടികൾ ജനിക്കാറുണ്ട്. പറക്കുന്ന സസ്തനങ്ങളായ വവ്വാലും നരച്ചീറും കേരളത്തിലെ വനങ്ങളിലുണ്ട്. പക്ഷികൾ തൂവൽ ഉപയോഗിച്ച് പറക്കുമ്പോൾ വവ്വാലുകൾ പറക്കാൻ സഹായിക്കുന്നത് ചർമ്മമാണ്. ഈ ചർമ്മം കൈവിരലുകളെ ബന്ധിപ്പിക്കുകയും കാലിന്റെ മുകൾ ഭാഗത്ത് വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. കാൽവിരലുകൾ സ്വതന്ത്രമാണ്. വവ്വാലിന് 1/2 കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും. ചിറകു വിടർത്തിയാൽ നീളം 1 കിലോമീറ്ററിലധികം ഉണ്ടാകും. നരിച്ചീറിന് വവ്വാലിന്റെ കാൽഭാഗം വലിപ്പമില്ല. കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന കുരങ്ങുകളാണ് നാടൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, ഹനുമാൻ കുരങ്ങ് എന്നിവ. നാടൻ കുരങ്ങ് കാട്ടിലും നാട്ടിലുമുണ്ട്. നിത്യഹരിത വനമാണ് ശിങ്കളിന്റെ ആവാസ കേന്ദ്രം. കരിങ്കുരങ്ങ് നിത്യഹരിത വനങ്ങളിലും ഇലപ്പൊഴിയും കാടുകളിലും ഉണ്ടാകും. ഹനുമാൻ കുരങ്ങ് വയനാട്ടിലും പറമ്പിക്കുളത്തുമുള്ള ഇലപ്പൊഴിയും കാടുകളിലേ ഉള്ളൂ. കുരങ്ങിനോട് സാദൃശ്യമുള്ള ഒരു ജീവിയാണ് കുട്ടിത്തേവാങ്ക്. കേരളത്തിലെ കാടുകളിൽ ധാരാളമായുള്ള ഒരു സസ്യബുക്കാണ് മുയൽ. മാംസബുക്കുകൾക്ക് ഇവയെ അനായാസം വേട്ടയാടാൻ കഴിയുമെന്നത് മുയലുകൾക്ക് എപ്പോഴും ആയുസ്സിന് ഭീഷണിയാണ്.